എല്ലാവർക്കും സ്നേഹവന്ദനം. ഒരു ദിവസം കൂടി ദൈവം നമുക്ക് തന്നു. ദൈവത്തിൻ്റെ വചനം ധ്യാനിച്ചുകൊണ്ട് ഈ ദിവസം നമുക്ക് ആരംഭിക്കാം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 22 മുതൽ 24 വരെയുള്ള വചനങ്ങളാണ് ഇന്ന് നാം ധ്യാനത്തിനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. യഹോവയായ ദൈവം മനുഷ്യൻ നന്മതിന്മകളെ അറിയുവാൻ തക്കവണ്ണം നമ്മിൽ ഒരുത്തനെ പോലെ ആയിത്തീർന്നിരിക്കുന്നു. ഇപ്പോൾ അവൻ കൈനീട്ടി ജീവവൃക്ഷത്തിൻ്റെ ഫലം കൂടി പറിച്ചു തിന്ന് എന്നേക്കും ജീവിപ്പാൻ സംഗതി വരരുത് എന്ന് കൽപ്പിച്ചു. അവനെ എടുത്തിരുന്ന നിലത്ത് കൃഷി ചെയ്യേണ്ടതിന് യഹോവയായ ദൈവം അവനെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. ഇങ്ങനെ അവൻ മനുഷ്യനെ ഇറക്കിക്കളഞ്ഞു. ജീവന്റെ വൃക്ഷത്തിങ്കിലേക്കുള്ള വഴി കാപ്പാൻ അവൻ ഏദൻ തോട്ടത്തിന് കിഴക്ക് കെരൂബുകളെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വാളിൻ്റെ ജ്വാലയുമായി നിർത്തി. ഈ വേദഭാഗം വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ പല ചോദ്യങ്ങൾ ഉയരാൻ സാധ്യതയുണ്ട്. നമുക്കതിനകത്ത് അടങ്ങിയിരിക്കുന്ന ചില ആത്മീക സത്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കാം. പാപം ചെയ്ത ദൈവം മനുഷ്യൻ്റെ പാപത്തിനുള്ള ശിക്ഷ പ്രഖ്യാപിച്ച ശേഷം അവനെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കുന്ന സംഭവമാണ് ഈ വാക്യങ്ങൾ പറയുന്നത്. ദൈവം അവനെ പുറത്താക്കി. ആ പുറത്താക്കുന്ന സമയത്ത് ദൈവം പറയുന്ന ചില വാക്കുകൾ ശ്രദ്ധേയമാണ്. മനുഷ്യൻ ഇപ്പോൾ നന്മതിന്മകളെ തിരിച്ചറിയുവാൻ തക്കവണ്ണം നമ്മിൽ ഒരുവനെ പോലെ ആയിത്തീർന്നിരിക്കുന്നു. നമ്മിൽ ഒരുവനെ പോലെ എന്ന് ദൈവം ആരെക്കുറിച്ചാണ് പറയുന്നത്, ആരോടാണ് പറയുന്നത് എന്നത് ചിന്തിക്കാൻ കൊള്ളാവുന്നൊരു വിഷയമാണ്. യഹോവയായ ദൈവം അല്ലെങ്കിൽ എലോഹീം ആയ ദൈവം, ആ ദൈവത്വത്തിൽ ബഹുത്വമുണ്ട് എന്നതിൻ്റെ സൂചന നമുക്ക് ഈ വചനത്തിൽ ലഭിക്കുന്നുണ്ട്. നമ്മിൽ ഒരുവനെ പോലെ, ദൈവത്തിന് തുല്യനായി മറ്റാരുമില്ല എന്നുള്ള വെളിപ്പാടുകൾ ദൈവവചനത്തിൽ ധാരാളം നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവത്തെ പോലെ ദൈവം മാത്രമേ ഉള്ളൂ, ദൈവത്തിന് തുല്യനായി മറ്റാരുമില്ല. അങ്ങനെ മറ്റാർക്കും തുല്യത അവകാശപ്പെടുവാനില്ലാത്ത സ്ഥിതിക്ക് നമ്മിൽ ഒരുവനെ പോലെ അവരായിത്തീർന്നിരിക്കുന്നു എന്ന് പറഞ്ഞത് എങ്ങനെയാണ്? ഏത് അർത്ഥത്തിലാണത് മനസ്സിലാക്കേണ്ടത്? ഇവിടെ ദൈവത്വത്തിലെ ബഹുത്വം, നമ്മൾ ത്രിയേകത്വം എന്നൊക്കെ പറയും. ആ ആശയം അംഗീകരിച്ചാൽ മാത്രമേ നമുക്കതിനെ വിശദീകരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒരുപക്ഷെ പിതാവായ ദൈവം പുത്രനായ ദൈവത്തോടോ പരിശുദ്ധാത്മാവായ ദൈവത്തോടോ ഒക്കെ പറയുകയാണ് നമ്മിൽ ഒരുവനെ പോലെ ആയിത്തീർന്നിരിക്കുന്നു എന്ന്. എങ്ങനെയാണ് മനുഷ്യൻ ദൈവത്തെ പോലെ ആയിത്തീർന്നു എന്ന് പറയാൻ സാധിക്കുന്നത്? ഏതർത്ഥത്തിലാണ് ആദവും ഹവ്വയും ദൈവത്തെ പോലെ ആയിത്തീർന്നു എന്ന് പറയാൻ സാധിക്കുന്നത്? നന്മതിന്മകളെ അറിയുന്ന വിഷയത്തിലാണ് എന്നവിടെ പറയുകയാണ്. ഞാൻ മുന്നമേ സൂചിപ്പിച്ചതുപോലെ ഈ അറിവ് ഒരു എക്സ്പീരിയൻഷ്യൽ നോളജായിട്ട് മാറി. അഥവാ പാപം ചെയ്താൽ അതിൻ്റെ പരിണിതഫലം നന്മയാണോ തിന്മയാണോ എന്നുള്ള വിഷയം മനുഷ്യൻ സ്വയം അനുഭവത്തിൽ നിന്ന് അറിയുവാനായിട്ട് ഉള്ള ഒരു നിലയിലേക്ക് എത്തിച്ചേർന്നു. അതിന് മുമ്പുള്ള അവസ്ഥയിൽ ദൈവത്തിൻ്റെ വാക്കുകൾ വിശ്വസിച്ച് ദൈവം പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഇന്നത് നന്മയാണെന്നും അല്ല ഇന്നത് തിന്മയാണെന്നും മനുഷ്യൻ അറിയേണ്ടതായിരുന്നു. ദൈവത്തിൻ്റെ അറിവ് ദൈവത്തിൽ തന്നെയുള്ള അറിവാണ്, അതിന് പുറത്തുള്ള ഒരു സോഴ്സ് ഇല്ല എന്ന് പറയുന്നത് പോലെ ആദമിൻ്റെയും ഹവ്വയുടെയും ജീവിതത്തിൽ ഈ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവ് ഇപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം മറ്റാരുടെയെങ്കിലും അനുഭവത്തിൽ നിന്ന് അറിയേണ്ട ആവശ്യമില്ല. അവർക്ക് അവരിൽ തന്നെ മനസ്സിലായ കാര്യമാണ്. ഇതിനെ സംബന്ധിച്ചാണ് അവർ ദൈവത്തിൻ്റെ അറിവിനെ പോലെ സ്വയം അറിയുന്നവരായി തീർന്നു എന്ന് പറയുന്നത്. പക്ഷേ മനുഷ്യൻ ഒരിക്കലും ദൈവത്തെ പോലെ ആവില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. മനുഷ്യൻ്റെ അറിവിന് എപ്പോഴും പരിമിതിയുണ്ട്. ദൈവത്തിൻ്റെ അറിവ് അപാരമാണ്, അനന്തമാണ്. ഇവിടെ ഈ പ്രത്യേക വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മാത്രം ചിന്തിച്ചാൽ മതിയാകും എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. തുടർന്ന് നമ്മൾ വായിക്കുമ്പോൾ ദൈവം അവരെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി കളയുകയാണ്. പുറത്താക്കിയതിൻ്റെ കാരണം എന്താണ്? പാപം ചെയ്ത മനുഷ്യൻ്റെ പ്രശ്നത്തിന് പരിഹാരം ദൈവം തന്നെ ഉണ്ടാക്കിയ സ്ഥിതിക്ക് ഇനി എന്തിനാണ് അവനെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി കളയുന്നത് എന്നതൊരു ചോദ്യമാണ്. അവിടെയും ദൈവത്തിൻ്റെ സ്നേഹമാണ് അതിന് പ്രേരിപ്പിച്ചത് എന്ന് പറയുവാൻ കഴിയും. തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയത് എങ്ങനെ സ്നേഹമാകും? അതൊരു ചോദ്യമാണല്ലേ. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജീവവൃക്ഷത്തിൻ്റെ ഫലവും കൂടി അവൻ ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിച്ചിരിക്കാൻ ഇടയായിത്തീരും. അഥവാ പാപം ചെയ്ത അവസ്ഥയിൽ
പാപിയായി തീർന്ന അവസ്ഥയിൽ മനുഷ്യൻ സ്ഥിരപ്പെട്ടു പോകുവാൻ ഇടയായിത്തീരും. പാപത്തിൽ നിന്ന് ഒരു വീണ്ടെടുപ്പ് ഉണ്ടാകുന്നത് വരെ, ആ പ്രശ്നത്തിൽ നിന്ന് മനുഷ്യൻ പൂർണ്ണമായി വീണ്ടെടുക്കപ്പെടുന്നത് വരെ ജീവവൃക്ഷത്തിന്റെ ഫലത്തിൽ നിന്ന് അവനെ കഴിക്കുവാനായിട്ട് ദൈവം അനുവദിക്കുന്നില്ല. പിന്നീട് നിത്യതയിൽ നമുക്ക് ആ ജീവവൃക്ഷത്തിന്റെ ഫലം കഴിക്കാനായിട്ട് ദൈവം തരുന്നുണ്ട്. കാരണം അവിടെ നിത്യമായ ജീവനിൽ നമ്മൾ സ്ഥിരപ്പെടുകയാണ്. പാപം ഇല്ലാത്ത അവസ്ഥയിൽ, പാപം നീങ്ങിയ അവസ്ഥയിൽ നാം സ്ഥിരപ്പെടുകയാണ്. എന്നാൽ പാപം നീക്കപ്പെടാത്ത അവസ്ഥയിൽ, പാപം പ്രവേശിച്ച മനുഷ്യ ജീവിതത്തിന്റെ ആ അവസ്ഥയിൽ ജീവവൃക്ഷത്തിന്റെ ഫലം കൂടി പറിച്ചു തിന്നാൽ അവന് വീണ്ടെടുപ്പ് അസാധ്യമായി തീരുന്നതാണ്. ആ നിലയിൽ അവൻ സ്ഥിരപ്പെട്ടു പോകുവാൻ ഇടയായി തീരും. അതുകൊണ്ടാണ് ദൈവം ഏദൻ തോട്ടത്തിൽ നിന്ന് അവനെ പുറത്താക്കിയത്. ഇതാണ് ഞാൻ പറഞ്ഞത്, ദൈവത്തിൻ്റെ സ്നേഹമാണ് അവരെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി കളയുവാനായിട്ട് ഇടയായി തീർന്നത്. ദൈവം മനുഷ്യനെ അത്രമാത്രം സ്നേഹിക്കുന്നു. പാപം ചെയ്ത മനുഷ്യന് ഒരു വീണ്ടെടുപ്പ് അയക്കുവാനായിട്ട് ദൈവത്തിൻ്റെ പദ്ധതി ദൈവം വെളിപ്പെടുത്തി. ആ വീണ്ടെടുപ്പ് സാധ്യമാകുന്നത് വരെ കർത്താവായ യേശുക്രിസ്തു കാൽവരിയിലെ ക്രൂശിൽ വന്ന് പാപപരിഹാരം ചെയ്ത് അതിന് ആരംഭം കുറിക്കുന്നു. എന്നാൽ വീണ്ടും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിങ്കൽ നാം പാപത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് തന്നെ എന്നേക്കുമായ വീണ്ടെടുപ്പ് പ്രാപിച്ച് നിത്യതയിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ആ രക്ഷയുടെ പദ്ധതി പൂർത്തീകരിക്കപ്പെടുന്നത്. അതുവരെ മനുഷ്യന് ജീവവൃക്ഷത്തിൽ നിന്ന് കഴിക്കാനായിട്ട് അനുവാദം ദൈവം നൽകുന്നില്ല. ദൈവം അവരെ പുറത്താക്കുക മാത്രമല്ല, വീണ്ടും അവർ തിരിച്ച് കയറി ചെന്ന് ആ വൃക്ഷത്തിൻ്റെ ഫലം കഴിക്കാതിരിക്കുവാൻ വാളിൻ്റെ ജ്വാലയുമായി, തിരിയുന്ന വാളിൻ്റെ ജ്വാലയുമായി കെരൂബുകളെ ദൈവം അവിടെ നിർത്തുകയാണ്. കെരൂബുകൾ ദൈവ സാന്നിധ്യത്തിൻ്റെ പ്രതീകങ്ങളാണ്. ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ ചുറ്റും നിൽക്കുന്ന സ്വർഗീയ ജീവികളാണ് ഈ കെരൂബുകൾ. ജെറുസലേം ദേവാലയം ഉണ്ടാക്കുവാനായിട്ട് ദൈവം പറഞ്ഞപ്പോൾ അതിൻ്റെ അതിവിശുദ്ധ സ്ഥലത്ത് ആ നിയമപെട്ടകത്തിൻ്റെ രണ്ട് വശത്തുമായി ചിറകുകൾ വിരിച്ചു നിൽക്കുന്ന രണ്ട് കെരൂബുകളുടെ രൂപമുണ്ടാക്കി വയ്ക്കുവാനായിട്ട് ദൈവം പറഞ്ഞു. അത് ദൈവ സാന്നിധ്യത്തെ ഓർപ്പിക്കുന്ന, ദൈവ സാന്നിധ്യത്തിൻ്റെ പ്രതീകമായതുകൊണ്ടാണ്. അപ്പോൾ ഏദൻ തോട്ടത്തിന് ദൈവം കാവലും ഏർപ്പെടുത്തി. ഒരിക്കലും മനുഷ്യൻ പാപം ഉള്ള അവസ്ഥയിൽ ജീവവൃക്ഷത്തിൽ നിന്ന് പറിച്ചു നിന്ന് പാപത്തിൻ്റെ അവസ്ഥയിൽ സ്ഥിരപ്പെട്ടു പോകാതിരിക്കുവാൻ. പലരും ചോദിക്കുന്നൊരു ചോദ്യമാണ്, അങ്ങനെയെങ്കിൽ ഇന്ന് ഈ തിരിയുന്ന വാളുമായി നിൽക്കുന്ന കെരൂബുകളെ നമ്മൾ ലോകത്തിലെങ്ങും കാണുന്നില്ലല്ലോ. ഏദനെന്ന് പറയുന്ന തോട്ടം ഏതാണ്ട് ഇറാൻ, ഇറാഖ് ആ ഭാഗത്താണ്, യൂഫ്രട്ടീസ് നദിയുടെയൊക്കെ ആ തടങ്ങളിലാണ് ദൈവം ഉണ്ടാക്കിയതെങ്കിൽ ഇന്ന് അവിടേക്ക് ഇഷ്ടംപോലെ മനുഷ്യരുണ്ട്. മനുഷ്യൻ കടന്നു ചെല്ലാത്തൊരു പ്രദേശം അവിടെ ഉണ്ടാവുകയില്ല. എവിടെയാണ് ഈ വാളുമായി നിൽക്കുന്ന കെരൂബുകൾ? അതിനുള്ള ഉത്തരം എന്താണെന്ന് ചോദിച്ചാൽ, നോഹയുടെ കാലത്തെ മഹാപ്രളയത്തിൽ, ഭൂലോകത്തെ മുഴുവനും മൂടിക്കളഞ്ഞ ആ മഹാപ്രളയത്തിൽ അന്ന് വരെ ഉണ്ടായിരുന്ന ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളൊക്കെ മാറിമറിയുകയും ലോകത്തിലെ പല ഭാഗങ്ങൾക്കും ഉയർച്ച താഴ്ചകളും അതുപോലെ മാറ്റങ്ങളുമൊക്കെ വരികയും ചെയ്തു എന്നുള്ള കാര്യം തിരുവെഴുത്ത് വ്യക്തമായി പറയുകയാണ്. ഈ ഏദൻ തോട്ടം എന്ന് പറയുന്ന ദൈവം സൃഷ്ടിച്ച ആ തോട്ടം പോലും മണ്ണിനടിയിൽ അടക്കം ചെയ്യപ്പെട്ടു എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ മറ്റു ഭാഗത്ത് പറയുന്നുണ്ട്. യെഹെസ്കേൽ 31:16 അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏദനിലെ സകല വൃക്ഷങ്ങളും ഭൂമിയുടെ അധോഭാഗത്ത് വിശ്രമം കൊള്ളുന്നു എന്നാണ്. ഏദനിലെ സകല വൃക്ഷങ്ങളും, ആ ജീവവൃക്ഷം ഉൾപ്പെടെയുള്ള സകല വൃക്ഷങ്ങളും നോഹയുടെ കാലത്തെ പ്രളയത്തിൽ മണ്ണിനടിയിൽ അടക്കം ചെയ്തു പോയി. അതുകൊണ്ട് ഇന്ന് അവിടെ വാളുമായി ആ കെരൂബുകളെ നിർത്തേണ്ട ആവശ്യമില്ല. ആ മരവും ആ തോട്ടവും ഒന്നും അവിടെ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ സ്നേഹത്തെ വീണ്ടും നമ്മളിവിടെ കാണുകയാണ്. ഏദൻ തോട്ടത്തിൽ നിന്ന് മനുഷ്യനെ പുറത്താക്കിയതും ദൈവത്തിൻ്റെ സ്നേഹമാണ്. ജീവവൃക്ഷത്തിലേക്കുള്ള വഴി തടഞ്ഞതും ദൈവത്തിൻ്റെ സ്നേഹമാണ്. ക്രിസ്തുവിലൂടെയുള്ള വീണ്ടെടുപ്പ് സാധ്യമായതിനു ശേഷം ജീവവൃക്ഷത്തിൽ നിന്ന് നമുക്ക് കഴിക്കുവാനായിട്ട് ദൈവം തരാൻ പോകുന്നതും ദൈവത്തിൻ്റെ സ്നേഹമാണ്. ദൈവത്തിൻ്റെ സ്നേഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ദിവസം നമുക്ക് ആരംഭിക്കാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.